നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ ജീവിതത്തിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നും വിജയിച്ച സുരേഷ് ഗോപി സഹമന്ത്രിയായി കഴിഞ്ഞ ദിവസമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ ടൂറിസം, പെട്രോളിയം, പ്രകൃതിവാതക വകുപ്പുകളുടെ സഹമന്ത്രിയായാണ് ചുമതലയേറ്റിരിക്കുന്നത്. സുപ്രധാന ചുമതലയാണ് പ്രധാനമന്ത്രി തന്നെ ഏൽപ്പിച്ചതെന്നും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ പെട്രോളിയം മന്ത്രാലയത്തിൽ പ്രവർത്തിക്കണമെന്നൊക്കെയാണ് ചുമതലയേറ്റതിന് പിന്നാലെ അദ്ദേഹം വ്യക്തമാക്കിയത്. ഇപ്പോഴിതാ അദ്ദേഹം മുൻപ് പറഞ്ഞ ചില വാക്കുകളാണ് വൈറലാകുന്നത്. സുരേഷ് ഗോപി ചെയ്യുന്ന പല നന്മകളും പുറത്തറിയുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ എന്ന അവതാരകന്റെ ചോദ്യത്തിന് മറുപടി നൽകിയായിരുന്നു അദ്ദേഹം. ആരെയെങ്കിലും അറിയിച്ചാൽ തന്നെ എന്തുമാത്രം അസുഖമാണെന്ന് അറിയാമോ? ഞാൻ കോടിക്കണക്കിന് സമ്പാദിക്കുന്ന ആളല്ല. കിട്ടിയതിൽ നിന്നെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞാൽ തള്ളാണെന്ന് പറയും. ഇല്ലായ്മയിൽ നിന്നും കൊടുത്തതിന് ജാതിയുടെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലുമൊക്കെ അസുഖം പ്രകടിപ്പിക്കുന്നവരുണ്ട്. അതുകൊണ്ട് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഒന്നുമില്ല. ആരെന്ത് ചെയ്താലും എന്ത് വെച്ച് ചെയ്തു എന്നതിൽ സത്യസന്ധത ഉണ്ടായിരിക്കണം. നിങ്ങൾ ഒരു തള്ളും മറിച്ചിലും നടത്തിയിട്ട് കാര്യമില്ല. ദൈവത്തിന് കൃത്യമായി അറിയാം ഏത് പണം വെച്ച് ചെയ്തു, എന്ത് മനോഭാവം വെച്ച് ചെയ്തു എന്നൊക്കെ. എൻ്റെ ഭാര്യ എന്നെ കൺട്രോൾ ചെയ്തിട്ടില്ല. ചെക്ക് ബുക്കുകൾ ഭാര്യയുടെ പക്കലാണ്. ആളുകൾക്ക് വേണ്ടി പണം ചെലവഴിക്കുമ്പോൾ രാധിക ഇത് കൺട്രോൾ ചെയ്യുന്നില്ലേ എന്ന കമന്റ് ബോക്സിലൊക്കെ വരുന്നുണ്ട്. ചില നെഗറ്റീവ് കമന്റുകൾ വരുന്നത് കണ്ട് ആരൊക്കെയോ രാധികയോട് ചോദിച്ചു, എന്തിനാണ് നന്ദിയില്ലാത്തവർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് എന്ന്. രാധിക പറഞ്ഞു, അത് ഏട്ടൻ്റെ സന്തോഷമാണെന്ന്. എന്നാലും ഒരിക്കൽ രാധിക എന്നോട് പറഞ്ഞിരുന്നു, ഏട്ടാ നമുക്കിതെല്ലാം നിർത്തിയേക്കാം, അവർ ഇതെല്ലാം വേറൊരു നിറം വെച്ചാണ് കാണുന്നതെന്ന്. ഇത് കേട്ട് എൻ്റെ ഹൃദയത്തിൽ ഒരു വ്യതിചലനമുണ്ടായി. എന്നാൽ ഞാൻ ആരെയാണ് നിഷേധിക്കുന്നത്? അവരെന്ത് പിഴച്ചു എന്ന് ഞാൻ ഓർത്തു. ഈ വൃത്തികെട്ടവന്മാർക്ക് വേണ്ടി അവരെ ദ്രോഹിക്കണോ എന്ന് തോന്നി. എൻ്റെ രാഷ്ട്രീയം എന്തിനാണ് ഉപയോഗിച്ചതെന്ന് നിങ്ങൾ റെക്കോർഡ് പരിശോധിക്കൂ, റിപ്പോർട്ട് കാർഡ് എടുക്കൂ. ഞാൻ 6 വർഷം MP ആയിരുന്നപ്പോൾ കേരളത്തിൽ ഉണ്ടായിരുന്ന എല്ലാ MP-മാരുടെയും റിപ്പോർട്ട് പരിശോധിക്കൂ. എന്നേക്കാൾ എക്സൽ ചെയ്തവർ ഉണ്ടായിരിക്കാം, എന്നാൽ അവിടെ ഒരു താരതമ്യം ഉണ്ടായിരിക്കുമല്ലോ. അത് ചെയ്തിട്ട് വന്ന് എന്നെ പരാജയപ്പെടുത്തു എന്നായിരുന്നു സുരേഷ് ഗോപി അന്ന് അഭിമുഖത്തിൽ പറഞ്ഞത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.